എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദന്റെ അമ്മ അനസൂയനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ സമയം മിനിയും ജയനും അടുത്തുണ്ട്. പിന്നീട് അവര് പറഞ്ഞു, എനിക്ക് 2 മക്കളാന്നറിയാലോ, അതില് ദേ മൂത്തയാൾക്കും രണ്ടാമത്തെ ആൾക്കും ഞാൻ ഒരേപോലെ തന്നെ സ്വത്ത് വീതം വെച്ചിരിക്കുന്നു പറയാണ്. അപ്പൊ അതിലൊരു വീതം അനന്തൻ അവകാശപ്പെട്ട, അനന്തൻ ഇല്ലെങ്കിലും അനന്തന്റെ കുട്ടിക്ക് അവകാശപ്പെട്ടാന്ന് പറയാണ്. പിന്നെ താര മൈനർ ആയതുകൊണ്ട് താരയുടെ പേരിലേക്ക് എഴുതി വെക്കാൻ പാടില്ലാത്തതുകൊണ്ട് അനസൂയയുടെ പേരിലേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടിപ്പോ അനസൂയ പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ലെന്ന് പറയണം. വേണ്ട, മോൾക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എന്റെ കൊച്ചുമോൾക്ക് ഇത് വേണമെന്ന് പറയണം. 2.5 ഏക്കർ തെങ്ങും തോപ്പും 1 ഏക്കർ സ്ഥലം അല്ലാതെ ഉണ്ട്. ഇതേ മൊത്തം ഒരു 2 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് പറയണം. ഇത് എന്റെ കൊച്ചുമോൾക്ക് അവകാശപ്പെട്ട എന്നും പറഞ്ഞിട്ട് ഇത് അനസൂയയിലേക്ക് കൊടുക്കണം. അനസൂയയ്ക്കാണ് കണ്ണ് നിറഞ്ഞു വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാങ്ങണോ വാങ്ങാതിരിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അനസൂയ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ ഉള്ള വിലയായിരിക്കില്ലേ എന്റെ ജീവിതം നശിപ്പിച്ച അയാൾ ഒറ്റ എടുത്തനാന്ന് പറയണം. മോളെ, ഇനി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മിനി പറഞ്ഞു, കൊള്ളാലോ, ലോട്ടറി ആണോ അടിച്ചിരിക്കുന്നു പറയാണ്. ഈ സമയം അനസൂയ പറഞ്ഞു, അത് പിന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട്, ഞാൻ ഗർഭിണിയാന്ന് പറയണേ. ഗർഭിണിയാണ്? ആഹാ, അപ്പൊ കൊള്ളാലോ, ഇന്ന് മൊത്തം സന്തോഷകരമായ ദിവസങ്ങളാണല്ലോ എന്ന് പറയണം. ഇതേ ഇപ്പൊ 2 കോടിയുടെ സ്വത്ത് കൈവന്നിരിക്കുന്നു, പോരാത്തിന് ഗർഭിണിയാന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ജയൻ പറഞ്ഞു, അത് ശരിയാ, ഇന്നെല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണെന്ന് പറയണം. ഈ സമയം ഗിരിദേവനും ബാബയും കൂടെ കണ്ടുമുട്ടുവാണ്. ഗിരിദേവൻ ബാബയോട് വന്നു, ഇന്ന് 3-ാം യാമമാണ്, ഉണ്ണിമോളുടെ ആയുസ് ഏകദേശം തീരാറായിരിക്കും പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാബയുടെ മുഖം അങ്ങോട്ട് മാറി. ബാബ പറഞ്ഞു, അപ്പൊ ഉണ്ണിമോള് ഉടനെ എന്നെ മരണപ്പെടും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, ശബരിമലയില് സന്ധ്യാദീപം തെളിഞ്ഞ് പൊന്നമ്പലമേട്ടില് മകൾ ജ്യോതി തെളിയുന്ന സമയത്ത് ബ്രഹ്മാവ് ഉണ്ണിമോളുടെ ആയുസ് എടുക്കുമെന്ന് പറയണേ. കാരണം ഉണ്ണിമോൾ അതോടുകൂടി മരണപ്പെടുമെന്നാ പറയണേ. മകരജ്യോതി തെളിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉണ്ണിമോളെ ജീവൻ പോകുന്ന പറയണേ. അല്ല, ഇതിനൊരു പ്രതിവിധി ഇല്ലല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല, പ്രതിവിധി ഇല്ല, കാരണം ബ്രഹ്മാവായിട്ടാണല്ലോ ആയുസ് കൊടുക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. എന്താണെങ്കിലും ഇപ്പൊ തൊട്ട് ഇനിയിപ്പോ ഉണ്ണിമോള് യമദേവന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഏത് സമയം വേണമെങ്കിലും ഉണ്ണിമോളുടെ ആയുസ് എടുക്കാന്ന് പറയാണ്. ഇനിയിപ്പോ യമദേവൻ എപ്പം വേണമെങ്കിലും വന്ന് ഉണ്ണിമോളുടെ ജീവൻ എടുക്കുമെന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ്, ആ കഴകപ്പുരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി ഉണ്ണിമോളേതും വിളിച്ചോണ്ട് വരുവാണ്. ആഹാ, ഉണ്ണിമോൾ ഇവിടെ ഇരിക്കുമായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റും ഉണ്ണിമോളെ, എന്തേലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഞാനിങ്ങനെ വീടിനെ കുറിച്ചൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. വീടിനെ കുറിച്ചോ? അതെ, അഭിജിത്തിനെ നന്ദനെ എല്ലാരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ഉണ്ണിമോൾക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടെന്ന് പറയണം. അതെ, ഉണ്ണിമോള് വിഷമിക്കൊന്നും വേണ്ട, അവരെയൊക്കെ ഉണ്ണിമോൾക്ക് പിന്നെ കാണാലോ എന്ന് പറയണം. അല്ലെ, ഒന്ന് ഓർത്ത് വയ്ക്കുക ഉണ്ണിമോള്, അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ശിവലിംഗമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് ഉണ്ണിമോൾ ആലോചിച്ചു, ഇല്ല. അപ്പൊ അത് ഉണ്ടാക്കാൻ സാധിച്ച ആർക്കാ? ഉണ്ണിമോൾക്കല്ലേ ഇതൊക്കെ സാധിച്ചിട്ടുള്ളൂ. അവർക്ക് ആർക്കെങ്കിലും ഇത് സാധിച്ചിട്ടുണ്ടോ? അവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, സ്വന്തം അച്ഛനോടും അമ്മയോടും ഒക്കെ ഒപ്പം. പക്ഷെങ്കിൽ അവർക്ക് ഇങ്ങനെ ആർക്കും ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലോ എന്ന് പറയാം. അത് ശരിയാന്ന് ഉണ്ണിമോള് പറഞ്ഞു. പിന്നീട് ഉണ്ണിമോൾ ചോദിച്ചു, അല്ല, ഈ ശിവലിംഗത്തെ കുറിച്ചുള്ള തത്വമൊക്കെ കാര്യങ്ങളോ ഉണ്ണിമോൾക്ക് ഒരു വലിയ കഥ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല എന്ന് പറയണം. ആ സമയത്ത് ദേവികമ്മ ആ കഥ പറയാൻ, ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടെ ഒരു ദിവസം ഭയങ്കര വഴക്ക്, ആരാണ് തങ്ങൾ ശ്രേഷ്ഠൻ എന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശിവഭഗവാന് തന്റെ ശിവലിംഗ രൂപത്തിൽ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആരാണ് ശ്രേഷ്ഠൻ എന്നല്ലേ എന്റെ, കാരണം ഇതിന്റെ ആദ്യം അന്തവും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ആദ്യം ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്ന ആരാണോ അവർ ശ്രേഷ്ഠാന്ന് ഞാൻ പറയുമെന്ന് പറയണം. ആ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടുപിടിക്കുന്ന ആരാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം, ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും പോയി ഇതിന്റെ ആദ്യം അറ്റം കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേങ്കിൽ 2 പേരും മടുത്തു. ആദ്യം എന്തോന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം 2 പേരും ക്ഷീണിതനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവഭാവൻ ചോദിച്ചു, കണ്ടുപിടിച്ചോ, അറ്റം കണ്ടെത്തിയെന്ന് ചോദിച്ചോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹാവിഷ്ണു പറഞ്ഞില്ല എന്ന് പറയണം. പക്ഷെ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അതെ, ഞാൻ ഇതിന്റെ അറ്റം കണ്ടെത്തിയെന്ന് പറയണം. ശിവൻ ക്ഷിപ്രകോപിയല്ലേ. ശിവൻ എന്ത് ചെയ്തു, 5 തലയുള്ള ബ്രഹ്മാവിന്റെ ആ നുണ പറഞ്ഞ ആ തലയുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, അറുത്ത് മാറ്റിക്കളഞ്ഞു. പിന്നെ 4 തല. അന്ന് മുതലാണ് ബ്രഹ്മാവ് നാൻമുഖനായെന്ന് പറയാണ്. ഇത് കേട്ട് പൊണ്ണുമ്പോൾ ഇങ്ങനെ ആ കഥ കേട്ട അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ഇന്ന് വരെ അതിന്റെ ശിവലിംഗത്തെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം പാതാളത്തോളം താണും ആകാശത്തോളം ഉയർന്നുമാണ് ശിവലിംഗം ഇരിക്കണേന്നൊക്കെ പറയുവാണ്.
പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഉണ്ണിമോൾ കിടന്നുറങ്ങിക്കോളാൻ പറയണം. അല്ല മുത്തശ്ശി, ഞാൻ എന്താ ശിവലിംഗം ഉണ്ടാക്കാൻ കാരണം? ഒരു പക്ഷേങ്കില് ഉണ്ണിമോൾക്ക് ശിവനും മഹാദേവനുമായിട്ട് എന്തെങ്കിലും ഒരു അഭേദമായി ബന്ധം കാണുന്നു പറയാ. ബന്ധമോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പെങ്കിലും എന്തേലും ചെയ്തിട്ടുള്ള ഒരു ഗുണമായിരിക്കും. എന്തേലും ഒരു രീതിയില് ശിവഭഗവാനെ ഉണ്ണിമോള് മുമ്പ് പ്രീതിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉണ്ണിമോൾക്ക് ചിലപ്പോൾ ശിവലിംഗമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയണം. ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല. അല്ല, ഉണ്ണിമോളൊന്ന് ഓർത്ത് വയ്ക്കേ, എത്രമാത്രം പുഷ്പങ്ങളെ ഇവിടെ ഉണ്ടാകുന്നേ. പക്ഷേങ്കിൽ എല്ലാ പൂക്കളും ഭഗവാന് മാലയായിട്ട് വരുന്നുണ്ടോ? ഇല്ല, കുറച്ച് പൂക്കൾ മാത്രമല്ലേ ഭഗവാന് മാലയായിട്ട് ചേർത്തുള്ളൂ. കാരണം ബാക്കി പൂക്കളെല്ലാം ഇങ്ങനെ ഉണ്ടായി അത് വാടി കൊഴിഞ്ഞ് താഴെ വീണ് പോകാറില്ലേ ഉള്ളൂ. നമ്മളെല്ലാ പൂക്കളും പറിച്ച് മാല കെട്ടി ഭഗവാന് ചാർത്താറില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. അപ്പൊ അതുപോലെ തന്നെയാ ചിലപ്പോൾ ഉണ്ണിമോള് ചിലപ്പോൾ മഹാദേവന്റെ ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള കുട്ടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉണ്ണിമോൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചെന്ന് പറയാം. ഉണ്ണിമോള് കിടന്ന് ഉറങ്ങാൻ പറയണം. അവസാനം ഉണ്ണിമോൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പട്ടി ഓരിയിടുന്നു. കേട്ടാ മുത്തശ്ശി, ദേ പട്ടി ഭയങ്കരമായിട്ട് കിടന്ന് ഓരിയിടുന്നുണ്ട്. മുത്തശ്ശിയല്ലേ പറയുന്നത് ഇങ്ങനെ ഓരിയിടുന്ന സമയത്ത് കാലം വരുന്നതാന്ന് പറയണേ. കാലം വരുന്നതാണെന്ന് ചോദിക്കാം. ദേ ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്റെ മോളെ, ഉണ്ണിമോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ബലമായിട്ട് ഉണ്ണിമോളെ പിടിച്ചു കിടത്തുവാണ്. ആ സമയം ഗിരിദേവൻ നേരെ മഹാവിഷ്ണുവിനെ കാണാൻ ചെല്ലുവാണ്. അപ്പൊ മോഹിനി രൂപത്തിലാണ് മഹാവിഷ്ണു നിൽക്കുന്നത്. പിന്നീട് പറഞ്ഞു, അതെ ബാലികയുടെ ഏകദേശം ആയുസ് എത്താറായി, 3 യാമത്തേനും ബാലിക മരണപ്പെടുമെന്ന് പറയണേ. ഇത് കേട്ട മഹാവിഷ്ണു പറഞ്ഞു, അതെ ബ്രഹ്മാവ് കൊടുത്ത ആയുസാണ്, അത് ആർക്കും ഇനിയിപ്പം മാറ്റാണ്ട് പറ്റില്ല. കാരണം ഈ ഭൂമിയിലേക്ക് വിടുന്ന സമയത്ത് ഓരോരുത്തർക്കും ആയുസ് തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് അരനാഴി മുമ്പ് പോലും മരണപ്പെടുമല്ല, ആ കൃത്യസമയം തന്നെ ആയുസ് എടുക്കുമെന്ന് പറയണം. അതിനെ ആർക്കും മാറ്റാനും പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ഗുളികന്റെ മുന്നിൽ തന്ത്രം പ്രയോഗിച്ച് പറയാം, പക്ഷെ ബ്രഹ്മാവിന്റെ മുന്നിൽ അതൊന്നും നടക്കില്ല എന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, അതെനിക്കറിയാം. കാരണം ബ്രഹ്മാവിനോട് മത്സരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ യമദേവനോട് മത്സരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വിവേകമല്ലെന്ന് എനിക്കറിയാം. അവിവേകികളാണ് അങ്ങനെ മത്സരിക്കാൻ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ മത്സരിക്കാൻ പോകില്ല. പക്ഷെ എന്റെ ഭക്തയുടെ ജീവൻ കാക്കാണ്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറയാം. മഹാവിഷ്ണു പറഞ്ഞു, അതെ അങ്ങയുടെ ഇഷ്ടം എന്താന്ന് അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സൂര്യപുത്രനോടാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊരു ചിന്തയും കൂടെ വേണമെന്ന് പറയാണ്. എനിക്കറിയാം എന്നൊക്കെ മഹാവിഷ്ണുവോടും പറയാണ്. പിന്നീട് പറഞ്ഞു, ത്രിസന്ധ്യ സമയത്ത് 3 യാമല്ലേത്, അപ്പൊ ത്രിസന്ധ്യ സമയത്ത് അവതരിച്ച നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ആ ബാലികയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാണ്. ഈ സമയം നരസിംഹമൂർത്തിനെ കാണിക്കുന്നുണ്ട്. നരസിംഹമൂർത്തിയുടെ രൂപം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടെ. പിന്നീട് പിറ്റേ ദിവസം നേരെ പുലർന്നു വരുന്നുള്ളൂ. ഈ സമയം ഉണ്ണിമോള് നേരത്തെ തന്നെ എഴുന്നേറ്റ് ആ ശിവലിംഗത്തിന്റെ അവിടെ വന്ന് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു. അപ്പത്തേനും ഗിരിദേവനും വാവയും അങ്ങോട്ട് വന്നു. ആഹാ, ഉണ്ണിമോള് നേരത്തെ എഴുന്നേറ്റല്ലോ എന്ന് പറയണം. എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു എന്ന് പറയണം. വാവ പറഞ്ഞു, ഒരു പക്ഷേങ്കിലേ മഹാദേവൻ വിളിച്ചുണർത്തിയതായിരിക്കും എന്ന് പറയാം. മഹാദേവൻ വിളിച്ചുണർത്താനോ? എന്താ വാവ ഈ പറയണേ? എന്നെ ആരും വിളിച്ചുണർത്തിയതൊന്നുമല്ല, ഞാൻ നേരത്തെ എഴുന്നേറ്റാന്ന് പറയും. ഇത് കേട്ടൻ ഗിരിദേവൻ പറഞ്ഞു, അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കും. അതെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എനിക്കറിയാം, തിങ്കളാഴ്ച അല്ലേ എന്ന് ചോദിക്കുക. തിങ്കളാഴ്ച, പക്ഷെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കറുത്തപക്ഷ പ്രദോഷം കൂടെ ആണെന്ന് പറയണം. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച. ഈ കറുത്തപക്ഷ പ്രദോഷം ഒരുമിച്ച് വരുന്ന വളരെ വിരളമാണെന്ന് പറയണം. ഇന്നത്തെ ദിവസം ഇത് ശിവസ്തുതികളൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നൊക്കെയാ പറയണേന്നൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോൾ രാവിലെ പോയി പൂക്കളൊക്കെ പറിച്ച് പൂജ തുടങ്ങിക്കൊള്ളാൻ പറയാണ്. ഞാൻ പൂജ തുടങ്ങാനോ? ഇതെന്താ ഗിരിജ പറയണേന്ന് ചോദിക്കും. ഉണ്ണിമോളുടെ കാര്യം ചെയ്യാം, ശിവഭഗവാനുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരാൻ പറയണം. പൂജ ചെയ്യാനുള്ള. അപ്പോഴേക്കും തിരുമേനിയും വരുമെന്ന് പറയാം. അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം, പൂ പറിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഉണ്ണിമോൾ പൂ പറിക്കാൻ പോണ സമയത്ത് ആ കാട്ടില് വേറൊരു പുരുഷൻ വരുവാണ്. അയാൾ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് അയാൾ ഇങ്ങനെ നടന്നു പോവാണ്. ഈ സമയം ഉണ്ണിമോൾ അങ്ങ് നടന്നു പോകുന്ന സമയത്ത് പൂക്കൾ വെച്ച് പോകുന്ന സമയത്ത് ഉണ്ണിമോളെ കാലൊരു മുള്ളുകൊണ്ടു. ഉണ്ണിമോൾ പെട്ടെന്ന് ആ പൂ അവിടെ വെച്ചിട്ട് ഉണ്ണിമോൾ എന്ത് ചെയ്യാണ്, കുറച്ചങ്ങ് നടന്നിട്ട് കാലിലെ മുള്ളെടുക്കാണ്ട് അവിടെ ഇരുന്നിട്ട് കാലിലെ മുള്ളെടുക്കണം. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ആ മുമ്പ് കണ്ട പുരുഷൻ എന്ത് ചെയ്യണം, അയാളുടെ കയ്യിൽ കുറെ പൂക്കൾ ഇരിക്കുന്ന കണ്ടു. ദൈവമേ, താൻ ഇറുത്ത പൂക്കളാണല്ലോ അതെല്ലാം. തന്റെ പൂക്കളും കൊണ്ട് ഇയാൾ പോകാൻ തുടങ്ങണോ? മാമ അവിടെ നിൽക്കാൻ പറയണം. അപ്പത്തന്നെ അയാൾ അവിടെ നിന്നു. ദേ എന്റെ പൂക്കൾ വന്നിട്ട് പോകാൻ പറയണം. നിന്റെ പൂക്കളോ? ഇത് എന്റെ പൂക്കളാന്ന് പറയണം. ദേ വെറുതെ കള്ളം പറയില്ല മാമ, ഇത് ഞാൻ ഭഗവാന് അർപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന പൂക്കളാന്ന് പറയണേ. ദേ പൂജ ചെയ്യാനുള്ള പൂക്കളാ, ഇത് കൊണ്ടുപോവില്ലെന്ന് പറയണം. മാമന് ദോഷം കിട്ടുമെന്ന് പറയാ. അതെ ഇതെന്റെ പൂക്കളാ മോളേന്ന് പറയും. അല്ല മാമ വെറുതെ കള്ളത്തരം പറയരുത്. ഇതേ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭഗവാൻ ശിക്ഷിക്കുമെന്ന് പറയാ. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ നിങ്ങളെ ശിക്ഷിക്കോളൂ, ബാലികനെ ശിക്ഷിക്കോളൂ എന്ന് പറയാ. എനിക്ക് ശിക്ഷയൊന്നും കിട്ടത്തില്ല, ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. മാമനെ മര്യാദയ്ക്ക് പൂക്കൾ വന്നേ, ഇത് ഇപ്പൊ തന്നെ സമയം പോയി, പൂജ ചെയ്യാനുള്ള സമയമായി, ഇപ്പൊ തന്നെ തിരുമേനി വരും കൂടെ തരുന്നുണ്ടോന്ന് ചോദിക്കാം. പക്ഷെ അയാൾ കൊടുക്കാൻ തീരുമാനിച്ചില്ല. അവസാനം തട്ടിപ്പറിച്ചെടുത്തോണ്ട് എന്ന് വേണം
ഉണ്ണിമോൾ അങ്ങോട്ട് പോവാണ്. ആ സമയം അയാളുടെ ചെറിയൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് അങ്ങോട്ട് പോയി. അപ്പത്തേനും ഉണ്ണിമോൾ ഇങ്ങ് തിരികെ വരുന്ന സമയത്താണ് ഉണ്ണിമോൾ പറിച്ചു വെച്ച് പൂവ് ആ മരത്തിന്റെ ഓട്ടിരിക്കുന്നുണ്ട്. അയ്യോ, താൻ പറിച്ച പൂ ഇതായിരുന്നല്ലോ. അപ്പൊ മാമൻ പറിച്ച പൂവായിരുന്നു മാമൻ കൊണ്ടുപോയത്. ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായി. മാമാന്നും പിടിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവിടെ എങ്ങും കണ്ടില്ല, ആ മാമനെ കണ്ടില്ല. പെട്ടെന്ന് ഗിരിദേവനും വാവയും അങ്ങോട്ട് വന്നു. എന്താ ഉണ്ണിമോളെ? അത് പിന്നെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഉണ്ണിമോളെ നടന്ന കാര്യം പറയണ, പൂവിന്റെ കാര്യം. ആഹാ, അപ്പൊ കൊള്ളാലോ. ഉണ്ണിമോൾ അയാളുടെ എന്ന് പൂവ് അപഹരിച്ചെടുത്തല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ ഗിരിദേവ ഞാന്, അതെ, അങ്ങനെ ചെയ്യുന്നേ ശരിയായെന്നൊട്ട കാര്യമല്ലെന്ന് അറിയാലോ. ശിക്ഷ കിട്ടില്ലെന്ന് ചോദിക്കുക. അറിയാതെ ചെയ്തു പോയ തെറ്റാ. ഞാൻ വിചാരിച്ചു അത് എന്റെ പൂക്കളാന്ന് വിചാരിച്ചെന്ന് പറയണം. ഞാൻ ആ മാമന് കൊണ്ടേ പൂക്കൾ കൊടുത്തിട്ട് വരാം. ഗിരിദേവൻ പറഞ്ഞു ശരിയാ, കൊണ്ടേ കൊടുത്തിട്ട് പോരെ എന്ന് പറയാണ്. ഉണ്ണിമോൾ അങ്ങോട്ട് അതും പിടിച്ചോണ്ട് അങ്ങോട്ട് ഓടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.